പ്രൈസ് ദി ലോർഡ്. ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്. എവിടെയാണോ കാണുന്നതെന്ന് വെച്ചാൽ ആ സമയത്തിനനുസരിച്ച് സ്തോത്രം. ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. എനിക്കറിയാം ഒത്തിരി നാളുകളായിട്ട് പലരും നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പലരും നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ചർച്ചിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാം. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു പെർസിക്യൂഷൻ ഉണ്ടായി, ആളുകൾ വന്ന് നമ്മുടെ ചർച്ച അറ്റാക്ക് ചെയ്തു. നമുക്ക് പെട്ടെന്ന് വേറൊരിടത്തോട്ട് കൊണ്ടുവരേണ്ടി വന്നു. നമ്മളിപ്പോൾ ഇരിക്കുന്ന വാടക സ്ഥലമാണ്. സോ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം മേടിക്കാൻ ചർച്ച് താല്പര്യപ്പെടുന്നു. ഓൾറെഡി ഞങ്ങൾ 1,80,00,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 1/2 ഏക്കറിനടുത്തുണ്ട്. ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ ഒരു 10% അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. സോ ഞാൻ ഇതൊന്ന് കാണിക്കാം അങ്ങയുടെ കുടുംബത്തോടും. കാരണം കർത്താവിൻ്റെ ഒരു ഭവനം നോർത്ത് ഇന്ത്യയിൽ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ പലയിടത്തും സഭകൾ നടക്കുന്നത് എല്ലാം വാടക സ്ഥലങ്ങളിലാണ്. സോ അവർ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് വന്ന് ലാൻഡ് ലോഡിനോട് പ്രഷറൈസ് ചെയ്യും, ലാൻഡ് ലോഡിനോട് പറയും ഇവരെ മാറ്റി അത് ചെയ്യും. സോ ലാൻഡ് ലോഡിന് ആ പ്രഷർ വരേണ്ടി വരും. സോ ഒരു സ്ഥലത്ത് സ്വന്തമായിട്ട് സ്ഥലമുള്ള സഭയെ എടുത്ത് പെട്ടെന്ന് നശിപ്പിക്കാനോ കളയാനോ പാടാണ്. സോ ഞാനും കുടുംബവും ഇന്ന് ഇതൊന്ന് കാണിക്കാൻ താല്പര്യപ്പെടുന്നു. സോ ഈ ജേർണിയിൽ അങ്ങേയും കുടുംബത്തെയും കൂടെ ഞങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഈ സ്ഥലം. ഞാൻ ഒരു സ്പെഷ്യൽ കാര്യം ഇന്ന് പറയാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ഈ മാസത്തെ നമ്മുടെ ഫെബ്രുവരിയിലെ കർത്താവ് തന്ന പ്രോമിസ് വേർഡ് എന്ന് വെച്ചാൽ പ്രിപ്പയർഡ് ബ്ലെസ്സിങ് മന്താണ്. ഞാൻ നിന്നെ ആ വീടുകളിൽ താമസിക്കാൻ അലവ് ചെയ്യും. ഓൾറെഡി വേറെ ആരോ പണിത വീടുകൾ, ഓൾറെഡി ആ മരങ്ങൾ എൻജോയ് ചെയ്യുന്നതിനെ അനുവദിക്കും. വേറെ ആരോ ചെയ്ത വിന്യാർഡ്സും മുന്തിരിത്തോട്ടങ്ങളും. സോ ഈ സ്ഥലവും അതുപോലെ തന്നെയാണ്. ഇവിടെ ഓൾറെഡി നോക്കുന്ന സമയത്ത് ഒത്തിരി മരങ്ങൾ ഇതിൻ്റെ ബൗണ്ടറിയിൽ വച്ചിട്ടുണ്ട്. സോ ഞാനത് ഡീറ്റെയിൽ വീഡിയോ കൂടെ ഒന്ന് കാണിക്കാം ഇപ്പം. എൻ്റെ വിശ്വാസമാണ് അങ്ങേയും കുടുംബവും ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചർച്ചിൻ്റെ ഇപ്പം നിൽക്കുന്ന ചർച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ചർച്ചിന് എപ്പോഴും കാരണം ഇത് ഒരു വില്ലേജിലാണ് നമ്മുടെ ചർച്ച് നടക്കുന്നത്. കാരണം വില്ലേജുകളിലാണല്ലോ കർത്താവിൻ്റെ വർക്കുകൾ നടക്കേണ്ടത്. സോ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും പേടിച്ച് നിൽക്കുന്നില്ല. അതെന്താവും ഇതെന്താവും, നമ്മൾ മേടിക്കാം. വിശ്വാസത്തിൽ കൂടെ ഈ സ്റ്റെപ്പ് ഞാൻ എടുത്തിരിക്കുന്നു. സോ അങ്ങേയും കുടുംബവും അങ്ങേ കൊണ്ട് പറ്റുന്നത്, കുടുംബത്തിനെ കൊണ്ട് പറ്റുന്നത് മാക്സിമം കർത്താവിൻ്റെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ഭവനത്തിനെ അങ്ങ് നിർമ്മിക്കുന്ന സമയത്ത് അങ്ങയുടെ ഭവനം, ആത്മീയ ഭവനം, സാമ്പത്തികമായിട്ടുള്ള ഭവനം, എൻ്റെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കുമെന്നും ബിൽഡ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ലെറ്റ്സ് ബിൽഡ് ഹൗസ് ഓഫ് ദ ലോർഡ്. ഇതൊരു ചലഞ്ചായിട്ട് എടുത്ത് അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. പാർട്ണർഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പർ 9711876717 കോൺടാക്ട് ചെയ്യാം. ബ്ലെസ്സിങ്സ് ഓൺ യു. Praise the Lord, hallelujah. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹം ദയ സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज के यीशु में समृद्धि के इस एपिसोड में मैं आप सबका स्वागत करना चाहता हूं. എൻ്റെ പേര് ഹരീഷ് എതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിലെ ഹരിയാന സ്റ്റേറ്റിൽ ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവിൻ്റെ എല്ലാ വർക്കുകളും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വർക്കുകൾക്കും വേണ്ടിയിട്ട് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങേയും കുടുംബത്തെയും കൊണ്ട് പ്രാർത്ഥിക്കുക. പറ്റാവുന്നതൊക്കെ അങ്ങേയും കുടുംബവും ചെയ്യുക. इनका नाम हरीश है और मेरा नाम रति है. हम दोनों मिलके फरीदाबाद में सेवकाई करते हैं जो दिल्ली के बहुत ही नज़दीक पड़ता है. और मैं आपसे रिक्वेस्ट करना चाहता हूँ, अनुरोध करना चाहता हूँ कि आप मेरे लिए, परिवार के लिए और सेवकाई के लिए निरंतर प्रार्थना करते रहिए. അങ്ങേക്ക് അറിയാമല്ലോ, കണ്ടിന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:30 ഹാർവെസ്റ്റ് TV കൂടെ എപ്പിസോഡുകൾ
വർക്കുകൾ പ്രേഷണം ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വർക്കുകൾ ജീസസ് കിച്ചൺ നമ്മുടെ നടക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, ജീസസ് കിച്ചൺ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഫീഡിംഗ് പ്രോഗ്രാമാണ്. 250-300 പേർക്ക് ആഹാരം എല്ലാ ദിവസവും സ്ലംസിൽ, സ്കൂളിൻ്റെ പുറത്ത്, മാർക്കറ്റ് പ്ലേസിൽ പല പല ആളുകൾക്കും കൊടുക്കുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ സുവിശേഷത്തിൻ്റെ പാംഫ്ലെറ്റുകൾ കൊടുക്കുന്നു. സോ ഈ വർക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഈ വചനം, ഈ വർക്ക്, ചാരിറ്റബിൾ വർക്ക് വളരട്ടെ. അതിനുവേണ്ടി നിങ്ങളെയും കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. അതൊരു അനുഗ്രഹം നിറഞ്ഞ സമയമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. और जैसे आप जानते हैं कि हर शुक्रवार को सुबह 7:30 बजे जो टेलीकास्ट किया जाता है यीशु में समृद्धि, आप लगातार देख रहे हैं या आप पहली बार देख रहे हैं, मैं आपका स्वागत करना चाहती हूँ. और जैसे आप जानते हैं, अगर आप लगातार देख रहे हैं, आप जानते हैं कि जीसस किचन है जो चर्च में जो डेली जो फीडिंग प्रोग्राम चलता है, जो बाहर जाके खाना लोगों को खिलाया जाता है, सो डेली वो भी काम चल रहा है. सो आप निरंतर प्रार्थना करते रहिए और अपने योगदान को निरंतर भेजते रहिए. എൻ്റെ പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ എല്ലാ വർക്കുകളും. കാരണം യേശു കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് വർക്കാണ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും പോവുക, സുവിശേഷം പറയുക, ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം കൊടുത്ത് അവരെ അനുഗ്രഹിക്കുക, കർത്താവിൻ്റെ ഡിസൈപ്പിൾ ആക്കിയിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റുക. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലെ ഈ സ്ഥലത്ത് വന്നിരുന്ന് ഞങ്ങൾ ചെയ്യുന്നത്, ഫരീദാബാദ്, ഹരിയാന ഈ സ്ഥലത്ത്. സോ ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി, കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്ന വിഷനിലും മിഷനും എല്ലാവർക്കും ഒരു മിഷണറി ആയിട്ട് വീടും കുടുംബവും അല്ലെന്നുണ്ടെങ്കിൽ അവർ ജനിച്ചു വളർന്ന സ്ഥലങ്ങളും വിറ്റ് വേറെടുത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിലും ബെസ്റ്റ് എൻ്റെ ഒരു മെൻറ്റർ ഡോക്ടർ മൈക്ക് മഡോക്ക്, അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇഫ് യു കാൺ ഗോ സെൻഡ് യുവർ മണി. സോ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ അയക്കുക. നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥനകൾ അയക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത്. കാരണം കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് വിതയ്ക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കും. ഓൾറെഡി ഗുഡ് ന്യൂസ് അറിഞ്ഞു കാണുമല്ലോ, ചർച്ച് ഒരു 2000 ഗജ് എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 45 സെൻറ്റിനടുത്ത് എന്ന് വെച്ചാൽ ഒരു ½ ഏക്കറിനടുത്ത് സ്ഥലം മേടിക്കാൻ പോകുന്നു, അഡ്വാൻസ് കൊടുത്തിരിക്കുന്നു. അങ്ങേ കുടുംബത്തെ കൊണ്ട് ചർച്ചിൻ്റെ, ദൈവത്തിൻ്റെ ഒരു ഭവനം പണിയാനായിട്ട് സ്ഥലം മേടിക്കാൻ വേണ്ടി ചർച്ച ആ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ഈ മെയ് 13 മുമ്പ് നമുക്ക് തീർക്കണം, അതിൻ്റെ രജിസ്റ്റർ ചെയ്യണം. അത് അങ്ങനെയാണ് എഗ്രിമെൻറ്റ്. എൻ്റെ വിശ്വാസമാണ് അങ്ങേ കുടുംബത്തും അതിനുവേണ്ടിയും കൂടെ ഈ ഉദ്യമത്തിലേക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. और जैसे आप जानते हैं, यीशु ने जाते जाते ये कहा अपने चेलों को कि जाओ और सुसमाचार को फैलाओ, मेरे नाम से, पिता पुत्र पवित्र आत्मा के नाम से लोगों को बपतिस्मा दो. और मेरा और इस कलीसिया का भी विजन और मिशन यही है कि हम ज़्यादा से ज़्यादा रूहों को बचाना चाहते हैं, आत्माओं को बचाना चाहते हैं, जो गलत कामों में, नशों में है, कर्जों में है, उनको यीशु तक हम लेके आना चाहते हैं. सो आप भी मेरे साथ मिलके परमेश्वर के इस बड़े कार्य को हम आगे लेके जा सकते हैं. इस नॉर्थ इंडिया में बड़ी बेदारी इसके द्वारा आ सकती है. और जैसे मेरे एक मेंटर है, उनकी किताब से मैंने एक चीज़ को सीखा. उन्होंने बोला कि यदि तुम नहीं जा सकते तो तुम अपने पैसों को भेज सकते हो. इसका मतलब हम हर जगह नहीं जा सकते, बट सुसमाचार के लिए हम अपने फाइनेंसेस को, अपने पैसों को भेज सकते हैं, ताकि वहाँ से भी आत्माओं को बचाई जा सके. ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് എലിവേഷന്, ഈ വർഷത്തെ 2024 കർത്താവ് ഞങ്ങൾക്കും കുടുംബത്തിനും നമുക്കെല്ലാവർക്കും വേണ്ടി ഈ മിനിസ്ട്രിക്കൽ ഒരു പ്രൊഫറ്റിക്കൽ ഒരു വചനം തന്നിരിക്കുന്നതാണ്. ഇയർ ഓഫ് എലിവേഷന്, ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു വർഷമാണ് 2024. ആവർത്തന പുസ്തകം 28:1. ദ ലോർഡ് യുവർ ഗോഡ് വിൽ സെറ്റ് യു ഹൈ അബവ് ഓൾ ദ നേഷൻസ് ഓൺ ദി എർത്ത്. കർത്താവ്, എൻ്റെയും നിങ്ങളുടെയും ദൈവമായ കർത്താവ് നമ്മളെ ഉയരങ്ങളിലേക്ക് വെക്കുന്നു, ഈ ഭൂമിയുടെ എല്ലാ ഉയരങ്ങളിലും ഹൈയിലേക്കും വെക്കുന്നു. സോ ആ ഒരു ജേർണി, ആ ഒരു ട്രാവലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യാക്കൂബിൻ്റെ ലൈഫിൽ, ജേക്കബിൻ്റെ ലൈഫിൽ നിന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ ജേക്കബിനെ കർത്താവ് എങ്ങനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി, അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോയി. ആ വഴിയിൽ ജേക്കബ് പഠിച്ച ചില കാര്യങ്ങളും ചെയ്ത ചില കാര്യങ്ങളും, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കുടുംബവും എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിൽ നമുക്കത് അനുഗ്രഹമായി എങ്ങനെ മാറുമെന്നാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. और पिछले कुछ संदेशों में से हम उस श्रेष्ठता के बारे में सीख रहे हैं. जैसे परमेश्वर ने इस साल हमें कलीसिया के लिए एक प्रॉमिस वर्स दिया है. ये साल होगा श्रेष्ठता का साल, और उसी संदेश को हम लगातार सीखते जा रहे हैं. मेरा विश्वास है श्रेष्ठता की यात्रा में आप भी शुरू कर चुके हैं, और परमेश्वर ये साल आपको श्रेष्ठ करेगा. पिछले कुछ संदेशों में हमने याकूब के जीवन से सीखा कि कैसे परमेश्वर ने याकूब को उस श्रेष्ठता की ओर लेके गया, और अलग अलग लोगों के बारे में हम सीखेंगे. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 28, 20 മുതൽ 22 വരെ പഠിക്കാം. ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 28 വേഴ്സ് 20-22. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരികയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തുണയായി നിർത്തിയ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു.
उत्पत्ति की पुस्तक 28:20 से लेकर 22 आज हम पढ़ेंगे। उसमें लिखा है, तब याकूब ने यह मन्नत मानी, यदि परमेश्वर मेरे संग रहकर इस यात्रा में मेरी रक्षा करे और मुझे खाने के लिए रोटी और पहनने के लिए कपड़ा दे और मैं अपने पिता के घर में कुशल क्षेम से लौट आऊं, तो यहोवा मेरा परमेश्वर ठहरेगा और यह पत्थर जिसका मैंने खंबा खड़ा किया है परमेश्वर का भवन ठहरेगा, और जो कुछ तू मुझे दे उसका दशांश मैं अवश्य ही तुझे दिया करूंगा। യാക്കൂബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ലായിരുന്നു. വഴിയിലേക്ക് പോയി കർത്താവിനെ കണ്ടു. നമ്മൾ കഴിഞ്ഞ ഒരു സ്വപ്നത്തിൽ കൂടെ ദൈവത്തിനെ കണ്ട് അതൊക്കെ പഠിച്ചു. ഇപ്പം യാക്കൂബ് പറഞ്ഞതെന്ന് വെച്ചാൽ ദൈവത്തിനൊരു പ്രോമിസ്, ഒരു നേർച്ച, ഒരു 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 ഉറപ്പ്, എന്താ പറയുന്ന ഒരു പ്രോമിസ് വേർഡ്സ് ദൈവമായിട്ട് യാക്കൂബ് എടുത്തതെന്ന് വെച്ചാൽ, നീ എന്നെ തിരിച്ചെൻ്റെ അപ്പൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ കൊണ്ടുവന്നാൽ, അനുഗ്രഹത്തോടെ കൊണ്ടുവന്നാൽ, എനിക്ക് യാത്രയിൽ വേണ്ട കാര്യങ്ങളെല്ലാം തന്നാൽ, ഉടുപ്പും വസ്ത്രങ്ങളും കഴിക്കാനുള്ളതെല്ലാം തന്ന്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അനുഗ്രഹത്തോടെ നടന്നാൽ, ഞാൻ നിന്നെ ദൈവമായി കാണും. എനിക്ക് കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം നിൻ്റെ രാജ്യത്തിലേക്ക് വേണ്ടി തരും. അവിടാണ് ഒരു ദൈവവും യാക്കൂബുമായിട്ടൊരു ഉടമ്പടി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കവനൻ്റ്, ഒരു പ്രോമിസ് യാക്കൂബ് ചെയ്തു. അവിടെ യാക്കൂബിൻ്റെ എലിവേഷനിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു നിർണായകമായ ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷന് യാക്കൂബ് അവിടെ എടുത്തു. അത് ഒത്തിരി അനുഗ്രഹങ്ങൾ യാക്കൂബിന്റെ ലൈഫിലേക്ക് കൊണ്ടുപോകും. നമുക്ക് നോക്കാം ഇത്. और जैसे याकूब के बारे में हमने पिछले कुछ संदेशों में पढ़ा, हमने पिछली बार ये सीखा कि कैसे याकूब जब अपने माता पिता के घर से जब निकल रहा था, वो किसी भी चीज़ के साथ नहीं निकला, ना पैसे के साथ, ना किसी भी चीज़ के साथ नहीं निकला था, और परमेश्वर ने स्वप्न के द्वारा याकूब से बात करना शुरू किया, और वो भी हमने पिछली बार सीखा। और आज हम सीखेंगे कि जैसे याकूब ने परमेश्वर से एक वाचा बांधी कि परमेश्वर, इस सफ़र में जब मैं जा रहा हूँ, इस सफ़र में यदि तू मेरे साथ रहेगा, मुझे तू आशीषित करेगा, मेरे संग रहेगा, मुझे बचा के रखेगा, संभाल के रखेगा, तो सब चीज़ जो मुझे देगा उसका मैं 10वां अंश ज़रूर तेरे सामने लेके आऊँगा। പലപ്പോഴും നമ്മൾ യാക്കൂബിൻ്റെ ലൈഫിൽ നിന്ന് നോക്കുന്ന സമയത്ത്, യാക്കൂബ് ഒരു യാത്രയിലേക്ക് പുറപ്പെട്ട സമയത്ത്, യാക്കൂബിൻ്റെ പിന്നെയുള്ള ദിവസങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് അനുഗ്രഹങ്ങൾ കൊണ്ടും ഒത്തിരി അഭിഷേകങ്ങൾ കൊണ്ടും ഒത്തിരി ലെവലിൽ റിച്ചായി. പലപ്പോഴും പല വിശ്വാസികൾ വിചാരിക്കുന്ന വെച്ചാൽ ദശാംശം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്ന പോലെ കൊടുക്കുമെന്നാണ്. നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിലാണ് ശമ്പളം കിട്ടുന്നതെങ്കിൽ ആഴ്ചയിൽ കൊടുക്കുക. ചിലപ്പം അമേരിക്ക, യൂറോപ്യൻ ദേശങ്ങളിലൊക്കെ ആളുകൾ വർക്ക് ചെയ്യുന്നവർക്ക് ആഴ്ച ശമ്പളങ്ങൾ കിട്ടുന്നുണ്ട്. ചിലർക്ക് 20 ദിവസം കൂടുമ്പോൾ കിട്ടുന്നു. എപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ശമ്പളമോ പ്രോഫിറ്റോ വരുന്ന സമയത്ത് അതിൽ നിന്നൊരു ദശാംശം ദൈവരാജ്യത്തിലേക്ക് വേണ്ടിയിട്ട്, സുവിശേഷത്തിന് വേണ്ടിയിട്ട്, സുവിശേഷത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി. കാരണം പുതിയ നിയമത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുന്ന സമയത്ത് ദൈവരാജ്യത്തിൻ്റെ വർക്കിലേക്ക് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ പോകുന്ന വഴികളിൽ. കാരണം എൻ്റെ വിശ്വാസമാണ്, കുറച്ച് ബുദ്ധിയുള്ള, കുറച്ച് വിവരമുള്ള ഒരു സാധാരണ മനുഷ്യന് ലൈഫിൽ ഒരു മൊമെൻറ്റിൽ എത്തിക്കഴിഞ്ഞ് മനസ്സിലായി കാണും, നമ്മുടെ കഴിവോ നമ്മുടെ പഠിപ്പോ നമ്മുടെ കുടുംബ മഹിമകളോ ഒന്നുമല്ല നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവ അനുഗ്രഹം, ദൈവത്തിൻ്റെ കവറിങ്, അനുഗ്രഹമാണ് നമ്മളെ വരുന്നത്. സോ നമുക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ, ലൈഫിലെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, അനുഗ്രഹങ്ങളോടെ പോകണമെന്നുണ്ടെങ്കിൽ ദശാംശത്തിൽ വിശ്വാസയോഗ്യരായിരിക്കണം. ഇത് യാക്കൂബിൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ച് ഒരു എലിവേഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്താൻ താല്പര്യമുള്ള ഒരു കുഞ്ഞിന്, ഒരു കർത്താവിൻ്റെ ഒരു മകൾക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ വളരെ ആവശ്യമാണ്. और जैसे याकूब के इस वर्सेस में से हमने सीखा कि कैसे याकूब ने परमेश्वर के साथ एक वाचा बांधी कि यदि तू मुझे ब्लेस करेगा, आशीषित करेगा, तो मैं दशांश को निकालूंगा। अब जब आप बाइबल पढ़ते हैं, हमें लगता है कि जो दशांश निकालना है वो तो पुराने नियम की बात है या नए नियम की बात है। कुछ लोग बोलते हैं दशांश निकालना जरूरी है या नहीं है। हम उसी वार्तालाप के बीच में फंस जाते हैं। बट एक आशीषित व्यक्ति या एक व्यक्ति जो ये समझ चुका है कि परमेश्वर ने मुझे आशीषित किया है, ब्लेस किया है, वो पहला अपने दशांश को निकालता है। और दशांश आप जिस सभा में जाते हैं, जिस कलीसिया में आप भागी है, वहां आप अपने दशांश को लेके जाते हैं। उसके बाद आप चैरिटी के कार्यों को करते हैं। सो एक बुद्धिमान व्यक्ति जो है, जिसको समझ आता है कि परमेश्वर ने मुझे आशीष दिया है, वो अपने दशांश को निकालता है, वो ब्लेस्ड होता है, वो और आशीषों के साथ, अनुग्रहों के साथ आता है। जैसे याकूब ने यहाँ पे बोला कि यदि तू मुझे आशीष देगा तो मैं परमेश्वर तेरे भवन में लेके आऊंगा। सो आपकी कमाई जो भी है, अगर आप दिन में अपनी कमाई को लेके आते हैं, जैसे कुछ लोग जो है दिन में आपका सैलरीज मिलता है, या हफ्ते में आपको सैलरी मिलता है। कुछ देशों में हफ्ते लोग अपने सैलरी लेते हैं। कुछ लोगों का सैलरी महीने
में आता है। सो जैसे आपको सैलरी मिले उसमें से पहला अपने दशांश को अपने कलीसिया में भेजना है। ഹല്ലേലൂയ. പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവം എന്നോട് ഇതൊന്നും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് ഒരിക്കലും ഇത് പറഞ്ഞില്ല. കർത്താവ് ഒരിക്കലും അങ്ങോട്ട് ഇത് പറയാൻ പോകുന്നില്ല. കാരണം ദൈവം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ വചനത്തിൽ കൂടെ പറഞ്ഞ് ക്ലിയർ കട്ടാക്കി വെച്ചിരിക്കുന്ന ഈ കാര്യം എന്നോടും നിങ്ങളോടും ഒന്നും പറയാൻ പോകുന്നില്ല. ഒരു എക്സാമ്പിൾ, നമ്മളോട് ഇൻകം ടാക്സ് കൊടുക്കണമെന്നോ GST കൊടുക്കണമെന്നോ, നിങ്ങളൊരു വ്യവസായം നടത്തുന്ന ആളാണ്, GST, നിങ്ങൾ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ വിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റത്തിൻ്റെ GST 18 മുതൽ 22 വരെയാണ്. നിങ്ങൾ 1 ലക്ഷം രൂപയുടെ സാധനം വിറ്റാൽ ആ 1 ലക്ഷം രൂപയ്ക്ക് അകത്തുനിന്ന് 18% അല്ലെങ്കിൽ 22% ഓൾറെഡി നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് മേടിച്ചു. ആ GST കൈവെക്കാതെ കൊടുക്കുന്നില്ല, ഗവൺമെൻറ്റിന് അടയ്ക്കുന്നില്ല, വീട്ടിൽ നോട്ടീസ് വരും, അറസ്റ്റ് വരും, പ്രശ്നങ്ങളുണ്ടാകും. നമുക്കിത് പറയാൻ പറ്റത്തില്ല എന്നോട് വന്ന ആരും ഒന്നും പറഞ്ഞില്ലെന്ന്. അതൊരു ഗവൺമെൻറ് ഒരു ലോ പാസ്സാക്കിയാൽ ആ ദേശത്തെ നാഗരികർ അറിയത്തില്ല, എന്നെക്കൊണ്ട് അറിയത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഒരു സിസ്റ്റമാണ്. സെയിം വേ നമ്മൾ ചില സ്ഥലത്ത് പോയിരുന്ന് തുപ്പിയാൽ, ചിലരെ നമ്മൾ കാണുന്ന ഒരു സ്വഭാവമാണ്, ആളുകൾ ഇങ്ങനെ പബ്ലിക്കിൽ പോയി നിന്ന് തുപ്പും. അത് ചില സ്ഥലങ്ങളിൽ നിന്ന് തുപ്പുന്ന സമയത്ത് ക്യാമറ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് വന്ന് അവർക്ക് അത് ഫൈൻ അടിക്കും. ചില സ്ഥലത്ത് നമ്മൾ വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ 100-120 പോകുമ്പോൾ നമുക്ക് ഫൈൻ ആയിരിക്കും. അപ്പോൾ പറയാൻ പറ്റത്തില്ല എനിക്കറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഫൈൻ അതൊരു ലോ സിസ്റ്റമാണ്. കർത്താവ് ദൈവം തമ്പുരാനെ നമുക്ക് വേണ്ടി ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളോട് ഈ കാര്യങ്ങൾ. ഉയരങ്ങളിലേക്ക് പോയവർ ഓൾറെഡി അറിയാം. സോ ഒരിക്കലും അത് പറയാതെ, കാരണം ദൈവം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വന്ന് രണ്ടാമത് നമ്മളോട് ഒരിക്കലും പറയാൻ പോകുന്നില്ല. ആത്മാവ് റേമ വചനം നമ്മളോട് മറ്റുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കും, നമ്മുടെ ലൈഫിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. സോ ചില സെർട്ടൺ പ്രിൻസിപ്പിൾസ്, സിദ്ധാന്തങ്ങൾ, അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് യാക്കൂബിൻ്റെ ലൈഫിൽ നിന്ന് പഠിക്കുക, അവർ അപ്ലൈ ചെയ്ത് ഉയരങ്ങളിലേക്ക് പോയതുപോലെ നമുക്കും അപ്ലൈ ചെയ്ത് മേളിലോട്ട് പോകണം. और कई बार मैंने देखा है, लोग बोलते हैं कि मेरे से तो परमेश्वर ने बोला ही नहीं कि दशांश देना है, और परमेश्वर कभी बोलेगा नहीं आपको दशांश देने के लिए, क्योंकि परमेश्वर ने ऑलरेडी अपने वचन में लिख रखा है। जैसे मैं उदाहरण के रूप में आपको ये समझाऊंगा। हमें पता है कि हम कोई इलेक्ट्रॉनिक सामान लेते हैं तो हमें GST भरना पड़ता है, या टैक्स हमें गवर्नमेंट को जमा करना पड़ता है। एक व्यक्ति जो है वो GST जमा ना करे, टैक्स जमा ना करे, और उसके घर में नोटिस आ गया और फिर तब भी वो भरे ना, उसके घर में अरेस्ट वारंट आ गया। जब अरेस्ट होता है तब वो बोलता है अरे मेरे को तो किसी ने बताया नहीं कि GST जमा करना है या टैक्स भी जमा करना है। तो सरकार बोलेगी हम तो तेरे घर में बार बार आके बोलेंगे नहीं, जब हमने एक कानून को लागू कर दिया है तुम्हें उसको अपने जीवन में इम्प्लीमेंट करना है। या एक व्यक्ति जो जैसे कई जगह में आप जाते हैं, आप देखते हैं लोगों को थूकते हुए, सड़कों में थूकते हैं, कहीं और थूकते हैं। कुछ जगहों में जहाँ कैमरा लगे होते हैं पुलिस वाले उनको पकड़ लेते हैं, फाइन लगाते हैं, फिर वो बोलेंगे हमें तो बोला ही नहीं थूकना मना है, बट ऑलरेडी वहाँ पे लिख के रखा होगा या बोल के बताया होगा कि यहाँ पे थूकना मना है, बट अगर वो व्यक्ति करेगा तो फाइन उसको देना पड़ेगा। उसी प्रकार एक आशीषित व्यक्ति ये जानता है कि मुझे परमेश्वर के राज्य के लिए पहला अपने दशांश को निकालना है। ഹല്ലേലൂയ. അതുപോലെ കർത്താവ് ഒരിക്കലും നമ്മളോട് പറയാത്തതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ദൈവം ഒരിക്കൽ, ഇതെല്ലാം യാക്കൂബാണ്, പിന്നെ മോശയിൽ കൂടെ ഒരു നിയമവും കാര്യങ്ങളും ഒക്കെ വന്നു. യാക്കൂബിനോട് ആരും ഒന്നും പറഞ്ഞില്ല. യാക്കൂബ് സ്വമേധയാ ഈ കാര്യം ദൈവത്തിനോട് പറഞ്ഞതാണ്. ഒരു രാജാവ്, നമ്മുടെ ദൈവമായ തമ്പുരാൻ കർത്താവ് ഒരു രാജാവാണ്. രാജാവ് ഒരിക്കലും വന്ന് പറയത്തില്ല എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണോ അങ്ങനെ ട്രീറ്റ് ചെയ്യണോ എന്നൊരു വലിയ വ്യക്തി ഒരിക്കലും നമ്മളോട് ഇത് പറയാൻ പോകുന്നില്ല. ഒരു രാജാവ് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശം വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അദ്ദേഹം വന്ന് പറയത്തില്ല ഞാൻ വരുന്ന സമയത്ത് 1000 പെൺകുട്ടികൾ സൈഡിൽ നിന്ന് എനിക്ക് എൻ്റെ മേളിൽ റോസ് പെറ്റൽസ് ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചെണ്ടമേളം അടിച്ച് എന്നെ റിസീവ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒരു രാജാവ് ഒരിക്കലും ഒന്നും പറയത്തില്ല. കാരണം രാജാവിനെ റിസീവ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഓണറിൽ റിസീവ് ചെയ്താൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. പലപ്പോഴും പലർക്കും ദൈവം തന്നെ രാജാവിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് പലർക്കും മനുഷ്യനെ പോലും എങ്ങനെയാണ് നല്ലോണം ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒന്ന് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. और जैसे आप यहाँ पे देखेंगे याकूब को परमेश्वर ने आके बोला नहीं कि मेरे लिए तू दशांश को लेके आ, या मूसा के द्वारा वो कानून आया भी नहीं था। याकूब ने अपने इच्छा अनुसार, उस प्रेम के अनुसार परमेश्वर से बोला परमेश्वर मैं तेरे लिए दशांश को लेके आऊँगा। और आप देखते हैं कि एक राजा जब राजा आता है, या आपने देखा भी होगा जब राजा आते हैं तो लोग जो मंडली होता है वो राजा को स्वीकार करते हैं। राजा ये लिख के नहीं भेजता कि जब मैं आऊँगा तो मेरे ऊपर तुम फूलों को डालना, या मेरे लिए इतने लोग खड़े होने चाहिए मेरे स्वागत करने के लिए, बट लोग अपने मन के अनुसार, उस प्रेम के अनुसार राजा को स्वीकार करने के लिए तैयारी के साथ आते हैं, और उसी के अनुसार राजा उनको अनुग्रह देता है, आशीष देता है। उसी प्रकार आपने ये समझना है कि
परमेश्वर जो राजाओं का राजा है, जब हम उसको आदर देते हैं अपने कबाई के साथ, परमेश्वर हमें आदर देता है। ഒരു പെൺകുട്ടി ഒരാളെ കല്യാണം കഴിച്ചു. ഹസ്ബൻഡിന് അറിയണം സർട്ടൻ കാര്യങ്ങൾ, മനസ്സിലാക്കണം എൻ്റെ വൈഫിനെ ഞാനിത് ട്രീറ്റ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നതിനകത്തിലല്ല ആ ഒരു ഓണർ. അതുപോലെ വൈഫിനും ചില കാര്യങ്ങൾ അറിയണം ഹസ്ബൻഡിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. ചില ഹസ്ബൻഡ്സിന് വൈഫിന് അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് റെസ്പെക്റ്റ് കൊടുക്കേണ്ടതെന്ന്. ചില വൈഫ് ഒരു ലേഡി ഒരു ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ ആഹാരം കിട്ടിയാലും കഴിക്കും. തണുത്ത ആഹാരമാണെങ്കിലും എടുത്ത് കഴിക്കും, ചിലപ്പം ഒരു പഴം കഴിച്ച് കിടന്നുറങ്ങും. പക്ഷെ ഒരു ഹസ്ബൻഡ് ആയി കഴിയുന്ന സമയത്ത്, ഒരു കുടുംബമായി കഴിയുന്ന സമയത്ത്, കല്യാണം കഴിയുന്ന സമയത്തും ഹസ്ബൻഡിന് എല്ലാ ദിവസവും പഴം കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു മെൻറ്ററായിരുന്നല്ല, ഞാൻ പഠിക്കുന്ന അദ്ദേഹം ഒരു ഡാഗ് ഹവാർഡ് മിൽസ്, അദ്ദേഹം ഒരിക്കൽ ഒരു പുസ്തകത്തിൽ പറഞ്ഞ ഒരു ടീച്ചിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹം ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ, കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു പാസ്റ്ററിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഭയിൽ പ്രീച്ച് ചെയ്യാൻ പോയി. പ്രീച്ച് കഴിഞ്ഞ് നിന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പം ആ വീട്ടിൽ നിന്ന സമയത്ത് അദ്ദേഹം നോക്കിയ സമയത്ത് ഒത്തിരി പഴം ഇരിപ്പുണ്ട് അവിടെ. ആ വീട്ടിലെ എല്ലാ റൂമിലും എല്ലായിടവും പഴം ഇരിപ്പുണ്ട്. പുള്ളി ഇഷ്ടം പോലെ പഴം കഴിച്ചുകൊണ്ടിരിക്കും. പുള്ളി പറയുന്ന ഗൊറില്ല പോലും ഇത്രയും പഴം കഴിക്കത്തില്ല, അതിലും കൂടുതൽ കഴിക്കും. പുള്ളി പറയുന്ന 2-3 ദിവസം ഞാൻ അവിടെ നിന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇവിടെ ഇത്രയും പഴം എന്താത്. കാരണം അദ്ദേഹത്തിൻ്റെ പെണ്ണുമ്പോൾ ആഹാരം വളരെ ഉണ്ടാക്കത്തേ ഇല്ല, അവർ ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കഴിക്കുന്ന സമയത്ത് പഴം കഴിച്ചുകൊണ്ടിരിക്കുക. പറയുന്ന ഈ കുരങ്ങൻ പഴം കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ഗൊറില്ല പഴം കഴിക്കുന്ന പോലെ ഇദ്ദേഹം പഴം കഴിച്ചുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ചെയ്യാതെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ഹസ്ബൻഡിനെ അല്ലെ വൈഫിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ലാതെ നല്ല രീതിയിൽ അവരെയും ട്രീറ്റ് ചെയ്യണം. നമ്മുടെ ദൈവമായ രാജാവായ കിങ്ങിന്, യേശുവിന് രാജാവിൻ്റെ രീതിയിൽ കൊടുക്കേണ്ടത് കൊടുത്തും, പ്രാർത്ഥനയാണെങ്കിലും ദശാംശമാണെങ്കിലും കൊടുത്ത് ട്രീറ്റ് ചെയ്യുക. അത് അനുഗ്രഹം നിറഞ്ഞ ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. और एक पति पत्नी जैसे उनकी शादी होती है तो पत्नी को ये नहीं बोला जाता कि पति को ये चीज़ करके देना या ये खिलाना या ऐसे खाना बनाना. बट जो लड़की एक हॉस्टल में पड़ी हुई है उसको नहीं पता होगा कि कैसे करना है. बट सपोज हॉस्टल में रह के भी वो एक केला खा के सो जाती है, बट शादी के बाद वो रात को ये नहीं बोल सकती मैं तो हॉस्टल में केला खा के सोती थी, तू भी मेरे साथ केला खा के सो जा. नहीं, जब शादी हो जाती है उसको अकॉर्डिंगली अपने हस्बैंड के साथ उस तरीके से खाना बना के अपने बच्चों को देख के चलना पड़ता है. मैं एक पास्टर का किताब पढ़ा था तो उन्होंने एक उदाहरण, उन्होंने एक चीज़ उसमें बोला. उन्होंने बोला कि मैं कहीं प्रचार करने गया और जिस चर्च में मैं प्रचार करने गया उस पास्टर के घर में मैं रुका हुआ था. 2-3 दिन मैं उनके घर में रुका. तो उनके घर में मैंने एक चीज़ देखा, जहाँ भी जाओ केला रखा हुआ है, केले का गुच्छा रखा है हर कमरे में है. चाहे वो ड्राइंग रूम में जाओ वहाँ भी केला रखा है, बेडरूम में केला रखा है, हॉल में जाओ वहाँ केला रखा है. मैं कुछ दिन सोचा कि ये केला हर कमरे में क्यों रखा हुआ है. फिर बाद में मेरे को ये समझ आ गया कि उसकी पत्नी जो है वो खाना नहीं बनाती थी, बहुत ही कम बनाती थी. सो पास्टर को जब भी भूख लगती थी वो एक केला निकालते थे और केला खाते थे और खुश हो जाते थे इसी कारण. सो मैं ये बताना चाहता हूँ कि वो उन्होंने कहा कि गोरिल्ला भी इतना केला नहीं खाता या बंदर भी इतना केला नहीं खाता जितना वो पासवान केला खाता होगा. सो मैंने एक चीज समझा कि आपको समझना चाहिए कि पत्नी को पति को कैसे ट्रीट करना या पति को पत्नी को कैसे ट्रीट करना. उसी प्रकार हमें ये भी समझना चाहिए कि हमारा परमेश्वर क्या है, जो है उसे हमें कैसे आदर देना चाहिए. കർത്താവിന് നിങ്ങൾ അനുഗ്രഹങ്ങളും ആദരങ്ങളും കൊടുത്ത് എൻ്റെ വിശ്വാസമാണ് നമ്മൾ അടുത്ത എപ്പിസോഡുകളിലും പഠിക്കാം. വലിയ ഉയരങ്ങളിലേക്ക് അങ്ങേയും കുടുംബത്തെയും കൊണ്ടുപോകട്ടെ. ബ്ലെസ്സിങ്സ് ഓണിയും 1-2 അപ്ഡേറ്റുകളോട് കാണുക. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചർച്ച് മേടിച്ച അഡ്വാൻസ് കൊടുത്ത ചർച്ച് മേടിക്കാൻ പോകുന്ന ആ സ്ഥലത്താണ്. ഓൾമോസ്റ്റ് ഒരു 1/2 ഏക്കർ 45 സെൻറ്റിനടുത്ത് വരും. ഞാൻ 1-2 പ്രാവശ്യം ഷെയർ ചെയ്തിരുന്നു. അങ്ങേ കുടുംബം ആദ്യമായിട്ടാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ, ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഞങ്ങൾ ഫരീദാബാദിലുള്ള, ഡൽഹിയിലുള്ള, ഹരിയാനയിലുള്ള ചർച്ചാണ് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച്. ചർച്ചിന് വേണ്ടി ഞങ്ങൾ ഓൾറെഡി 700 വിശ്വാസികൾ വന്നിരുന്ന് ആരാധിക്കുന്ന ഒരു വാടകയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്. പക്ഷേ ഇത് ചർച്ച് ഒരു വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്തു. 17 ലക്ഷം രൂപ അടുത്ത് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. 1,78 ലക്ഷം രൂപ അടുത്താണ് ഇതിന് വരുന്നത്. അങ്ങേയും കുടുംബത്തിനോടും കർത്താവ് പറയുന്നുണ്ടെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന് വേണ്ടി പല വിശ്വാസികളും പാസ്റ്റർമാരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ നടക്കുന്നു. നമ്മളൊരു കാര്യം നോക്കുന്ന സമയത്ത്, പ്രോസിക്യൂഷൻ നടക്കുന്ന സമയത്ത് അവരെങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചർച്ചിനെ വന്ന് അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവിടുത്തെ ആ ലാൻഡ് ഓണറിന് അല്ലെങ്കിൽ ആ സഭ നടക്കുന്ന വീട്ടിലെ അതിൻ്റെ ഉടമസ്ഥനോട് പ്രഷർ ഇടും ഇവരെ ഇവിടുന്ന് മാറ്റാൻ. അപ്പോൾ അവരൊരു ലോക്കൽ പ്രഷറിൽ വന്ന് അവരിന്ന് മാറിപ്പോവും. കാരണം ഇവർ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. സോ പലപ്പോഴും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ചർച്ചിന് എപ്പോഴും സ്വന്തമായിട്ട് സ്ഥലങ്ങൾ മേടിക്കുക. പല പാസ്റ്റർമാരും
നോർത്ത് ഇന്ത്യയിലെ സുവിശേഷം ഒരു പ്ലാൻ ബി ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കേരളത്തിലോട്ട് പോകാം, അവിടെ ഒരു ചെറിയ സഭയുമായിട്ടിരിക്കാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ പ്ലാൻ ബി അല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ വലിയ സഭകൾ വളരാനും ഈ സഭ ലക്ഷങ്ങൾ വന്ന് ആരാധിക്കുന്ന സഭയായി മാറാൻ വേണ്ടിയും വിശ്വാസികളെ ഉറപ്പിച്ച് നിർത്തണം. അതിന് ഒരു ഷീപ്പിന് അല്ലെന്നുണ്ടെങ്കിൽ ആടിന് വന്നിരിക്കാനുള്ള, വിശ്വാസികൾക്ക് വന്നിരിക്കാനുള്ള ഒരു സ്ഥലം വേണം, വന്ന് ആരാധിക്കാനുള്ള സ്വന്തമായിട്ടുള്ള. സോ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫൈനാൻസ് ഞങ്ങൾ വിതച്ച് കഴിഞ്ഞു, ഓൾറെഡി അവർക്ക് കൊടുത്തു. സോ ഞാൻ അങ്ങയുടെ കുടുംബത്തോടും പറയുന്നു, ആ നിൽക്കുന്ന സ്ഥലത്താണ്. ഇവിടെ കുറച്ച് നാളുകളിലേക്ക് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു പ്രെയർ ഗാർഡനായിട്ട് യൂസ് ചെയ്യും. കാരണം ഒത്തിരി ഗ്രീനറികളുണ്ട്. ഞാനൊന്ന് കാണിക്കാം അങ്ങേ കുടുംബത്തെ. സോ ഈ ഏരിയയിലോട്ട് ബട്ട് ഈ ബി ദിഖാ ഇസ് ഏരിയ മേ സെ. സോ വളരെ വലിയ സ്ഥലമാണ്. എൻ്റെ ഒരു വിശ്വാസം ठीक है. സോ എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഒരു 2500-3000 ആളുകൾക്ക്, അല്ലെങ്കിൽ ഇത് ഇപ്പം 2000 ഗജ് എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു 2000 പേർക്കെങ്കിലും ഇരിക്കാനുള്ള ഒരു ഹോൾ നമുക്ക് ഉണ്ടാക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അതിനുവേണ്ടി അങ്ങേയും കുടുംബത്തെയും കൊണ്ട് പറ്റുന്നത് ചെയ്യുക. ചെറിയ എമൗണ്ടോ, ഒരു സ്ക്വയർ യാർഡിന് അപ്രോക്സിമേറ്റ്ലി 9000 റുപ്പീസാണ്. ഗജ് എന്ന് പറയുന്നത് 8500, സ്ക്വയർ യാർഡ് ഇത്തിരിയുടെ കൂടുതൽ വരുമ്പം അപ്രോക്സിമേറ്റ്ലി 9000 ആണ്. സോ ഇത് 2000-നടുത്തുണ്ട്. അങ്ങേ കുടുംബത്തെ കൊണ്ട് ഒരു സ്ക്വയർ യാർഡോ അല്ലെന്നുണ്ടെങ്കിൽ 10 സ്ക്വയർ യാർഡോ 100 സ്ക്വയർ യാർഡോ എത്ര സ്പോൺസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. കാരണം എനിക്കറിയാം നമ്മുടെ എല്ലാം ഇത് കർത്താവ് സെലക്ട് ചെയ്യുന്നവരെ കൊണ്ട് മാത്രമേ ഈ വഴികൾക്ക് വേണ്ടി വിതയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരാളെ ദൈവം അതിനുവേണ്ടി നിയുക്തപ്പെട്ടിട്ടുണ്ട്. നിൻ്റെ കയ്യിൽ നിന്ന് അതിനുവേണ്ടി ഞാൻ വിതയ്ക്കും. എനിക്കറിയാം നമ്മുടെ കർത്താവ് അനുഗ്രഹങ്ങൾ തരുന്ന ദൈവം അങ്ങേയും കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഇപ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ ഞാൻ നിൽക്കുന്നു. എൻ്റെ പ്രാർത്ഥനയാണ് ഇവിടെ നിന്ന് പ്രാർത്ഥനകൾ ഉയരുന്ന സമയത്ത് അങ്ങേയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറ്റട്ടെ. ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ഞങ്ങളിവിടെ ഒരു പ്രെയർ ഗാർഡൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു റൂമുകളുണ്ടാവും. ആ റൂമിൽ ഇതിനു വേണ്ടി വിതയ്ക്കുന്ന എല്ലാവരുടെയും പേരുകൾ ബ്രോൺസിൽ ഞാൻ എൻഗ്രേവ് ചെയ്ത് വച്ചിരിക്കും. ആ കുടുംബങ്ങളെ പ്രാർത്ഥിക്കും. ജേക്കബാണോ കൊടുക്കുന്നത്, ജേക്കബിൻ്റെ കുടുംബത്തിൻ്റെ പേര് എഴുതും. രാഹുലാണോ കൊടുക്കുന്നത്, മുരളീധരനാണോ കൊടുക്കുന്നത്, നിങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് അവിടെ പ്രാർത്ഥന നടക്കുന്നതായിരിക്കും. സോ എൻ്റെ വിശ്വാസമാണ് അങ്ങേയും കുടുംബവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറട്ടെ. ഈ ഉദ്യമത്തിൽ എൻ്റെയും രതിയുടെയും ഞങ്ങളുടെ കൂടെ നിൽക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനി വരുന്ന ദിവസങ്ങൾ. ബ്ലെസ്സിങ്സ് ഓൺ യു. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബൈ.